നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആയിരുന്നു. രണ്ടെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി തേർഡ് ഇക്വേഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. തേർഡ് ഇക്വേഷൻ അറിയപ്പെടുന്നത് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ എന്നാണ്. പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. പൊസിഷനും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ഇക്വേഷന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളെ വെലോസിറ്റി ടൈം ഗ്രാഫ്, നമ്മൾ നേരത്തെ കണ്ട വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമ്മളുടെ ഒബ്ജക്റ്റ് ഒരു എ ആക്സിലറേഷനോട് കൂടെ ടി ടൈം കൊണ്ട് ഒരു എസ് ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഏരിയ, ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു ട്രപ്പീസിയാണ്. OABC എന്ന് പറയുന്നത് ട്രപ്പീസിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ എസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എസ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രപ്പീസിയം OABC. നമ്മളുടെ ഈ ട്രയാങ്കിളിലുള്ള ഈ ഒരു ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ, ഈ OABC എന്ന് പറയുന്ന ഏരിയ, OABC, ഈ ഒരു ഏരിയയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഈ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രയാങ്കിൾ, അതായത് ഈ ഗ്രാഫ് വെച്ചിട്ട് നമ്മുടെ ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മൾ ഇതേ സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഇക്വേഷൻ പ്രൂവ് ചെയ്തിരുന്നത്, പൊസിഷൻ ടൈം റിലേഷൻ. അതിലൊരു സ്ലൈറ്റ് ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മളിത് ബാക്കി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ എസ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രപ്പീസിയം OABC നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, OABCയുടെ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ തന്നെ നമ്മൾ കാണുകയാണ്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, OA ഇൻറ്റു OA പ്ലസ് BC ഇൻറ്റു OC. നമ്മൾ പഠിച്ച സാധനമാണ്. OA പ്ലസ് BC ഇൻറ്റു OC/2. ഡയറക്റ്റ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. OAക്ക് നമ്മൾ U സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, BCക്ക് V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, OCക്ക് T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് S ഇസ് ഈക്വൽ ടു U പ്ലസ് V ഇൻറ്റു T/2 എന്ന് കിട്ടും. U പ്ലസ് V ഇൻറ്റു T/2. നമുക്കറിയാം വെലോസിറ്റി ടൈം റിലേഷൻ, അതായത് ഇക്വേഷൻ 8.6 നിങ്ങൾക്കറിയാവുന്ന സാധനമാണ്. ഇവിടെ നമ്മൾ മുമ്പ് കണ്ട ഇക്വേഷനാണ്. S is equal to ut plus half AT square. നമ്മൾ മുമ്പ് കണ്ട ഇക്വേഷനാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമുക്ക് അതിൻ്റെ അകത്ത് T is equal to V minus U by A എന്ന് കിട്ടും. T is equal to V minus U by A എന്ന് കിട്ടും. നമ്മൾ ഈ ഇക്വേഷൻ 8.11 8.12 കൂടെ നമുക്ക് നേരത്തെ കിട്ടിയത് S is equal to V plus U into T/2 എന്നാണ്. ഇവിടെ നമ്മൾ T is equal to V minus U by A എന്ന് നമ്മൾ കണ്ടെത്തി. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷൻ 8.12നെ, അതായത് ആ ടീൻ്റെ വാല്യൂ നമ്മൾ 8.11ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും V പ്ലസ് U, ഇതിവിടെ ഓൾറെഡി ഉള്ള സാധനമാണ്, V പ്ലസ് U ഇൻറ്റു T ആണ്. ആ T is equal to എന്താണ്, V minus U by A ആണ്. അത് നമ്മളിവിടെ കൊടുത്തു, V minus U by A. ഈ 2 ഇവിടെ ഓൾറെഡി ഉള്ള 2 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ടോട്ടൽ ഇങ്ങനെ കിട്ടി, S is equal to V plus U ഇൻറ്റു V minus U by 2 ഇൻറ്റു A എന്ന് കിട്ടി. S is equal to V plus U ഇൻറ്റു V minus U by 2 ഇൻറ്റു A. ദെൻ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, S is equal to AS is equal to V square മൈനസ് U സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. 2AS is equal to V square മൈനസ് U സ്ക്വയർ. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എങ്ങനെയാണ് ഈ V പ്ലസ് U ഇൻറ്റു V മൈനസ് U എന്നുള്ളതിന് V സ്ക്വയർ മൈനസ് U സ്ക്വയർ എന്ന ഇക്വേഷൻ ഫോമിലേക്ക് വരുന്നത്? നമുക്കറിയാം A പ്ലസ് B ഇൻറ്റു A മൈനസ് B ഇസ് ഈക്വൽ ടു A സ്ക്വയർ മൈനസ് B സ്ക്വയർ നമുക്ക് എഴുതാം, അല്ലേ? A പ്ലസ് B ഇൻറ്റു A മൈനസ് ബിനെ നമുക്ക് A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ V പ്ലസ് U ഇൻറ്റു V മൈനസ് U ആണ്. അതിന് നമ്മൾ എന്ത് എഴുതി, V സ്ക്വയർ മൈനസ് U സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി, നമുക്ക്
എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a. ഇനി 2a നേരം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 2as ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്നായി. ഇതാണ് നമ്മളുടെ തേർഡ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ കിട്ടാനും തേർഡ് ഇക്വേഷൻ കിട്ടാനും നമ്മൾ ചെയ്ത ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാമെന്നുള്ളതാണ്. പക്ഷേ സെക്കൻഡ് ഇക്വേഷനിൽ നമ്മൾ ചെയ്തിരുന്നത് ആ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ഡയറക്റ്റ് കാണുന്നതിന് പകരം നമ്മളത് ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും ആക്കിയിട്ട് അതിന് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടു. അപ്പോൾ നമുക്ക് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ കിട്ടി. 2as ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ക്ലിയർ ആയിക്കോല്ലോ. ഇനി 1-2 പ്രോബ്ലങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലങ്ങളാണ്. സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കിയാൽ മനസ്സിലാവുന്ന സിമ്പിൾ പ്രോബ്ലങ്ങളാണ്. എന്തായാലും ടെക്സ്റ്റിലുള്ള പ്രോബ്ലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എക്സാമ്പിൾ 8.5. എ ട്രെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് അറ്റൈൻസ് എ വെലോസിറ്റി ഓഫ് 72 km/h in 5 minutes. Assuming that the acceleration is uniform, find the acceleration, the distance traveled by the train for attaining this velocity. ചോദ്യം വിശദീകരിക്കാം. ഒരു ട്രെയിന് നിർത്തിയിട്ട്, ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ട് ഒരു ട്രെയിന്, നമുക്കറിയാം ട്രെയിൻ വളരെ പതുക്കെയാണ് മൂവ് ചെയ്ത് തുടങ്ങുക അല്ലേ. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് ട്രെയിനിൻ്റെ വെലോസിറ്റി 72 km/h ആയി മാറി. പിന്നീട് ആ വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നില്ല. പിന്നെ ട്രെയിൻ അതേ വെലോസിറ്റി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 72 km/h എന്ന് പറയുന്ന ആ ഒരു സ്പീഡിൽ ട്രെയിൻ അങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഈ 0-ൽ നിന്ന് 72 km/h വേഗതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് എടുത്തു. നമ്മൾ കാറൊക്കെയാണ് നമുക്കറിയാം, നമ്മൾ നിർത്തിയിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അതിൻ്റെ സ്പീഡ് 40-50 ഒന്നും എത്തൂല. പതുക്കെ അങ്ങനെ കൂടി വരിക ചെയ്യാം. അതേപോലെ നമ്മളിവിടെ നമ്മളുടെ ട്രെയിന് 0 വെലോസിറ്റിയിലായിരുന്നതിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിന് അതിൻ്റെ സ്പീഡ് 72 km/h ആവാൻ വേണ്ടി 5 മിനിറ്റ് എടുത്തു. അത് യൂണിഫോം ആക്സിലറേഷൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടത് എത്രയായിരുന്നു അതിൻ്റെ ആക്സിലറേഷൻ, അതേപോലെ ഈ ഒരു സമയം കൊണ്ട്, ഈ 5 മിനിറ്റ് കൊണ്ടത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നാണ്. അപ്പോൾ നമുക്കിവിടെയുള്ള ക്വാണ്ടിറ്റീസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നാണ്. അപ്പോൾ യു ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 0 സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. അതിൻ്റെ വി ഇസ് ഈക്വൽ ടു 72 km/h അറ്റൈൻസ് എ മാക്സിമം വെലോസിറ്റി. ടി ഇസ് ഈക്വൽ ടു 5 മിനിറ്റാണ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 × 60 അല്ലേ, ഇസ് ഈക്വൽ എത്രയും സെക്കൻഡ്, 300 സെക്കൻഡ്. ആക്സിലറേഷൻ എസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്, അത് നമ്മൾ കണ്ടെത്തണം. അതുപോലെ എസ്സും നമ്മൾ കണ്ടെത്തണം. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. വാല്യൂസൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂസൊക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തത് ഈ വി എ നമ്മൾ എന്ത് ചെയ്തു, മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റി. അപ്പോൾ 20 m/s എന്ന് കിട്ടും. 72 km/h 20 m/s. നമുക്കറിയാം 72 × 1000, അപ്പോൾ 72 മീറ്ററായി. ഇൻറ്റു 1 × 60 × 60, അപ്പോൾ 1 മണിക്കൂർ എന്നുള്ളത് സെക്കൻഡിലേക്ക് മാറി. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. ഓക്കെ. പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടത് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ കാണാൻ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വി 20 m/s, യു 0 m/s, എസ് 300 സെക്കൻഡ്. നമുക്ക് 1/15 എന്ന് ആൻസർ കിട്ടും. 20/300 ഇസ് ഈക്വൽ ടു 1/15. ഓക്കെ, 1/15 m/s². നമ്മൾ വേണമെങ്കിൽ അത് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്തതിന് ഫ്രാക്ഷൻ വാല്യൂ ആക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ തന്നെ ഇടാം. ഇനി രണ്ടാമത് നമ്മൾ കണ്ടെത്തേണ്ട എസ് ആണ്. എസ് കണ്ടെത്താൻ വേണ്ടി നമ്മളിവിടെ എടുക്കുന്ന ഇക്വേഷൻ 2as ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ്. 2as ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. അപ്പോൾ ഇതിൽ യു എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 2as ഇസ് ഈക്വൽ ടു നമുക്കിങ്ങനെ കിട്ടും 2as ഇസ് ഈക്വൽ ടു വി സ്ക്വയർ. അതുകൊണ്ട് എസ് മാത്രമാണ്. എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ബൈ 2a. മനസ്സിലായില്ലേ? ഇത് ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ വി എന്ന് പറയുന്നത് 20 ആണ്. വി സ്ക്വയർ എന്ന് പറയുമ്പോൾ 20 സ്ക്വയർ വരും. 2 × a എന്ന് പറയുന്നത് 1/15 ആണ്.
ഞാനിതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയാം. 1/15 നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 3000 എന്ന ആൻസർ കിട്ടും, അതായത് 3 കിലോമീറ്റർ. നമ്മൾ ഒന്നാമത്തെ ചോദ്യം ആക്സലറേഷൻ കാണാനാണ് 1/15 m/s². ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് 3 കിലോമീറ്റർ. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. എ കാർ ആക്സലറേറ്റ്സ് യൂണിഫോംലി from 18 km/h to 36 km/h in 5 seconds. Calculate the acceleration and the distance covered by the car in that time. നമ്മളിപ്പോൾ ചെയ്ത അതേ സാധനം തന്നെയാണ്. ഇതിൽ ചെറിയ ഡാറ്റകളിൽ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. ഇതിൽ യു, അതായത് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 18 km/h ആണ്. 18 km/h നമുക്ക് 5 m/s എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വി എന്ന് പറയുന്നത് 36 km/h ആണ്. അതിനെ 10 m/s എന്ന് എഴുതാം. ടി എന്ന് പറയുന്നത് 5 സെക്കൻഡ് തന്നെയാണ്. എന്ന് കാണാൻ വേണ്ടി a = v - u/t ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 m/s² എന്ന് ആൻസർ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എസ് കാണാനാണ്. എസ് കാണാൻ നമ്മളോട് ഉപയോഗിച്ചത് വേറൊരു ഇക്വേഷനാണ്. നേരത്തെ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ അല്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് s = ut + ½ at². സെക്കൻഡ് ഇക്വേഷനാണ്. s = ut + ½ at² എന്നാണ്. യു 5 m/s ആണ്, നമുക്കറിയാം. അതേപോലെ ടി എന്ന് പറയുന്ന 5 സെക്കൻഡാണ്. ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്ന 1 m/s² നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ടി എന്ന് പറയുന്ന 5 സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 25, 5 × 5 25, ഇവിടെ 5/2, 5 സ്ക്വയർ 25/2 12.5 കിട്ടും. അപ്പോൾ ടോട്ടൽ നമുക്ക് 37.5 മീറ്റർ കിട്ടും. 37.5 മീറ്ററാണ് ഈ 5 സെക്കൻഡ് കൊണ്ട് നമ്മളുടെ വാഹനം സഞ്ചരിക്കുക. ആക്സലറേഷൻ എന്ന് പറയുന്നത് 1 m/s² ആണ്. ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത് 37.5 മീറ്ററാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു പ്രോബ്ലം, മൂന്നാമത്തെ പ്രോബ്ലം. The brakes applied to a car produce an acceleration of 6 m/s² in the opposite direction to the motion. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറ് ബ്രേക്ക് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ സ്പീഡ് കുറയുക ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുക. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു. 6 m/s² ആണ്. ഇഫ് ദ കാർ ടേക്സ് 2 seconds to stop after the application of brakes, calculate the distance it travels during this time. ഇപ്പം നമ്മൾ കണ്ടെത്തേണ്ട കുറച്ച് സാധനങ്ങൾ ഇതിൽ വേറെ അഡീഷണൽ കണ്ടെത്താം. നമുക്ക് തന്ന ഡാറ്റകൾ എന്തൊക്കെയാണ്? ഒന്ന്, ആക്സലറേഷൻ തന്നിട്ടുണ്ട് അല്ലേ, 6 m/s². a = 6 m/s². ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ദ കാർ ടേക്സ് 2 seconds. t = 2 seconds എന്നുണ്ട്. ടു സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി v = 0. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടെത്തേണ്ടത് ബ്രേക്ക് പിടിച്ചിട്ട് കാറ് നിൽക്കുന്നതിന് മുമ്പ്, സ്റ്റോപ്പ് ആവുന്നതിന് മുമ്പ് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ അടുത്തുള്ള ഡാറ്റ a = 6 ഉണ്ട്, t = 2 ഉണ്ട്, v = 0 ഉണ്ട്. ഇവിടെ ഈ എ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. കാരണം നമ്മളുടെ മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആക്സലറേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആക്സലറേഷൻ a = -6 നമ്മൾ കൊടുക്കണം. അപ്പോൾ a = -6, t = 2, v = 0. നമ്മൾ v = u + at എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. നമുക്ക് u കൂടെ ആവശ്യമുണ്ട്. v = u + at. ആ സമയത്ത് കാർ എത്ര വേഗതയിലായിരുന്നോ സഞ്ചരിച്ചിരുന്നത് എന്ന് കൂടെ നമ്മൾ കണ്ടെത്തണം. v = u + at നമ്മൾ വാല്യൂ ഒക്കെ കൊടുക്കാം. നമുക്ക് v അറിയാം, a അറിയാം, t അറിയാം. v 0 ആണ്, u -6 × 2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? u = 12 m/s എന്ന് കിട്ടും. u = 12 m/s. 0 = u + at u പ്ലസ് a എന്ന് പറയുന്നത് 6 -6 ആണ്, t എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 0 = u + -12. യുവിനെ പുറത്തേക്ക് -12 പുറത്തേക്ക് കൊണ്ടുവന്നാൽ +12 ആകും. u = +12. അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 12 m/s ആയിരുന്നു. അത് നേരെ അവിടെ എത്തി, 0-ൽ എത്തി.
അപ്പോൾ ആ സമയം കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് s=ut + ½ at². അതിൽ u മാത്രമേ നമുക്കറിയാത്ത, u നമ്മൾ കണ്ടെത്തി, t നമുക്കറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ 12 മീറ്ററാണ്. 12 മീറ്റർ. അപ്പോൾ ബ്രേക്ക് പിടിച്ചിട്ടും 12 മീറ്റർ ദൂരം കൂടെ പോയിട്ടാണ് നമ്മുടെ കാറ് നിന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാവുന്നത്. ക്ലിയർ ആണല്ലോ? വേറെ ചോദ്യങ്ങൾ കുറേ ഉണ്ട്. എ ബസ് സ്റ്റാർട്ടിംഗ് ഫ്രം റസ്റ്റ് മൂവ്സ് വിത്ത് എ യൂണിഫോം ആക്സലറേഷൻ ഓഫ് 0.1 m/s² ഫോർ 2 minutes. ഫൈൻഡ് സ്പീഡ് അക്വയർഡ്, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. സിമ്പിളായിട്ട് കുറേ ചോദ്യങ്ങൾ ഇതിലുണ്ട്, നിങ്ങൾ നോക്കി ചെയ്തോളാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമുക്ക് യൂണിഫോം സർക്കുലർ മോഷനും കൂടിയാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.